നമശിവായ. നമസ്കാരം. ഗീതാ ഹൃദയത്തിലേക്ക് എല്ലാ മിത്രങ്ങൾക്കും സ്വാഗതം. നാം ഇപ്പോൾ അധ്യായം 3 കർമ്മയോഗമാണ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ശ്ലോകത്തിൽ ഭഗവാൻ അർജുനോട് പറഞ്ഞു, നീ സംഘരഹിതനായി കർത്തവ്യ കർമ്മങ്ങൾ ചെയ്താലും, നീ മോഹരഹിതനായി കർമ്മങ്ങൾ ചെയ്താലും പരമപദം പ്രാപിക്കും എന്നാണ് പറഞ്ഞത്. അടുത്ത ശ്ലോകം നമുക്ക് ശ്രദ്ധിക്കാം. ശ്ലോകം 20. കർമ്മണൈവ ഹി സംസിദ്ധിമസ്തിതാ ജനകാദയഃ ലോകസംഗ്രഹമേവാപി സംപശ്യൻ കർത്തുമർഹസി. കർമ്മരഹിതനായി മോഹരഹിതനായി കർമ്മം ചെയ്യുവാൻ അർജുനോട് പറഞ്ഞ ഭഗവാൻ അവസാനമായി പറഞ്ഞത്, സാധനയുടെ ഉച്ചകോടിയിൽ എത്തി അങ്ങനെയുള്ളവർക്ക്, സാധനയുടെ ഉച്ചകോടിയിൽ എത്തിയവർക്ക് ആസക്തി വെടിഞ്ഞു തന്നെ കർമ്മങ്ങൾ ചെയ്യുവാൻ കഴിയും എന്നാണ് പറഞ്ഞത്. ഈ ശ്ലോകത്തിനർത്ഥം എന്താണ് പറയുന്നത്? ജനകൻ തുടങ്ങിയവർ കർമ്മത്തിലൂടെ തന്നെയാണ് സിദ്ധി കൈവരിച്ചത്. ഉദാഹരണം കൂടെ ചേർത്ത് ഭഗവാൻ പറയുകയാണ്, ജനകൻ തുടങ്ങിയവർ കർത്തവ്യത്തിലൂടെ തന്നെയാണ്, കർമ്മങ്ങൾ ചെയ്ത് തന്നെയാണ് സിദ്ധി കൈവരിച്ചത്. അവരെ പോലെ ലോക നിലനിൽപ്പിനെ കരുതി നീയും കർമ്മം ചെയ്യാൻ യോഗ്യനാണ്. കർമ്മം എങ്ങനെയൊക്കെ ചെയ്യണമെന്ന്, നിഷ്കാമകർമ്മം എങ്ങനെ ചെയ്യണമെന്നും എല്ലാം, സംഘരഹിതനായി എങ്ങനെ കർമ്മം ചെയ്യണമെന്നെല്ലാം പറഞ്ഞിട്ട് അർജുന ഒരു ഉദാഹരണം ജനകനെ പറഞ്ഞ് കേൾപ്പിക്കുകയാണ് ഭഗവാൻ. അവരെല്ലാം കർമ്മത്തിലൂടെയാണ് സിദ്ധികൾ കൈവരിച്ചത്. അവരെ പോലെ ലോക നിലനിൽപ്പിനെ കരുതി നീയും കർമ്മം ചെയ്യാൻ യോഗ്യനാണ് എന്ന് പറഞ്ഞ് യുദ്ധം ചെയ്യാൻ അർജുനനെ ആ യുദ്ധത്തിൻ്റെ ഗതിയിലേക്ക്, യുദ്ധഭൂമിയിലേക്ക് തേർത്തട്ടിൽ തളർന്നിരുന്ന അർജുനനെ ഉയർത്തിക്കൊണ്ടുവരുവാൻ ശ്രമിക്കുകയാണ് ഭഗവാൻ. കഴിഞ്ഞ ശ്ലോകത്തിൽ അനാസക്തിയോടെ കർമ്മം ചെയ്യാൻ ഉപദേശിച്ചു. ഉപദേശം കേട്ടതുകൊണ്ട് തന്നെ ഒരാളിൽ മാറ്റം ഉണ്ടായിക്കൊള്ളണം എന്നില്ല. അതിനാൽ ജനകൻ തുടങ്ങിയ രാജാക്കന്മാരെ ഉദാഹരിച്ച് പറയുകയാണ് ഭഗവാനിവിടെ. തസ്യ കാര്യം ന വിദ്യതേ എന്ന് 17-ാം ശ്ലോകത്തിൽ പറഞ്ഞിരുന്നല്ലോ. ആത്മതൃപ്തന് കർമ്മങ്ങളൊന്നും ഇല്ലെന്നവിടെ സൂചിപ്പിച്ചു. ഈ ദൃശ്യ ശ്ലോകങ്ങളുടെ മറവിൽ കർമ്മമേ ചെയ്യേണ്ടെന്ന വാദം പ്രചരിക്കുമെന്ന് ഭഗവാന് അറിയാം എന്നത് കൊണ്ടായിരിക്കാം ജനകൻ തുടങ്ങിയ രാജാക്കന്മാരുടെ ഉദാഹരണം ഇവിടെ എടുത്തു കാണിച്ചത്. ഇതും കൂടാതെ ചിലർ ബ്രാഹ്മണൻ ഒഴിച്ചുള്ളവർക്കൊന്നും സന്യാസം വിധിച്ചിട്ടില്ലാത്തതിനാലാണ് ജനകനെ ഉദാഹരിച്ചതെന്ന് അഭിപ്രായപ്പെടുന്നു. ഇത് പാടെ പൊളിയാണ്, തെറ്റാണ്. അത്തരത്തിലൊരു വിവേചനവും സന്യാസത്തിന് വിധിച്ചിട്ടില്ല. ഇവിടെ ജനകാദികളെ ഉദാഹരിച്ചത് കൊണ്ട് എന്തുകൊണ്ടാണെന്നറിയാൻ അടുത്ത ശ്ലോകം നമുക്ക് പഠിക്കാം. അടുത്ത ശ്ലോകത്തിൽ എന്തുകൊണ്ടാണ് ജനകാദി രാജാക്കന്മാരെ ഉദാഹരിച്ചത് എന്ന് അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ വിശദമായി പറയുന്നുണ്ട്. ഇപ്പോൾ ഈ ശ്ലോകം അർത്ഥവും മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു. ജനകനെ ഉദാഹരണമായി പറഞ്ഞത് എന്താണെന്ന് അടുത്ത ശ്ലോകത്തിൽ പറഞ്ഞു എന്നല്ലോ ഞാൻ പറഞ്ഞത്. അപ്പോൾ നമുക്കൊന്ന് ശ്രദ്ധിച്ചാലോ? അർത്ഥം മാത്രം, വിവരണം പിന്നീടാവാം. ശ്ലോകം 21. യദ്യദാചരതി ശ്രേഷ്ഠസ്തദേവദേവേതരോ ജനഃ സ യത് പ്രമാണം കുരുതേ ലോകസ്തനുവർത്തതേ. എന്താണ് പറയുന്നത്? ശ്രേഷ്ഠ പുരുഷന്മാർ എന്തെല്ലാം ആചരിക്കുന്നുവോ അവ അന്യരും അനുകരിക്കുന്നു, അതുപോലെ തന്നെ ചെയ്യുന്നു. അവർ എന്ത് പ്രമാണമായി പറയുന്നുവോ അത് തന്നെ മറ്റുള്ളവരും അനുകരിക്കുന്നു, അതുപോലെ പ്രവർത്തിക്കുന്നു. അങ്ങനെ ശ്രേഷ്ഠരായിട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്യുന്നുവോ അത് കണ്ട് മറ്റുള്ളവരും അങ്ങനെ തന്നെ ചെയ്യുന്നു. അതുകൊണ്ടാണ്
ജനകാതിരാജാക്കന്മാരെ ഉദാഹരിച്ച് ഭഗവാൻ പറഞ്ഞത്. അത് നമുക്ക് അടുത്ത ദിവസം വിവരിക്കാം. ഇപ്പോൾ സമയമായി. ഇവർക്കും മനസ്സിലായി കാണും എന്ന് തന്നെ വിശ്വസിക്കുന്നു. നിങ്ങൾ ഗീത വായിക്കുക. ഇന്ന് ചൊല്ലിയ ശ്ലോകങ്ങൾ രണ്ടും വായിക്കുക. എൻ്റെ അർത്ഥം ഗീതയിൽ എഴുതിയിട്ടുണ്ട്. ഈ എളിവൻ്റെ വാക്കുകൾ ശരിയാണോ എന്ന് ശ്രദ്ധിക്കുക. വളരെ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ ഒരു കാര്യം ചെയ്താൽ ഏവർക്കും ഗുരുപാദാരബന്ധങ്ങളിൽ സമർപ്പിക്കുന്ന ഏവർക്കും ശുഭസ്വദിനം.